അതേപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. ഈ ട്രെയിൻ ദ ട്രെയിനർ ബാച്ച് 11th ബാച്ചിലാണ് ഞാൻ മെമ്പറായിട്ടുള്ളത്. ഞങ്ങൾ ബാച്ച് കംപ്ലീറ്റ് ആയി, ക്ലാസ് കംപ്ലീറ്റ് ആയി. ഈ ട്രെയിൻ ദ ട്രെയിനർ ബാച്ചിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ഞങ്ങൾ കോഴ്സിന്റെ ടാസ്കിന്റെ ഒരു ഭാഗമായിട്ട് അന്വേഷിച്ചു വന്നപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ദ ട്രെയിനറിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിൽ എന്നെ അട്രാക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. അത്തരത്തിൽ വിൻബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനർ സ്റ്റോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയ മെമ്പേഴ്സാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം നല്ല രീതിയിൽ നടക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വലിയൊരു പങ്കുണ്ട് എന്ന് പറയാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്നത് കൂടുതൽ സ്ഫുടമായും വ്യക്തതയോടുകൂടിയും ഭാഷ വളരെയധികം നന്നായും അർത്ഥവത്തായും കൈകാര്യം ചെയ്യുന്നതൊക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജസ്, അതേപോലെ ചില ജെസ്റ്റേഴ്സ്, ടോൺ ഓഫ് വോയിസ്, അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കില്ല എങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊന്നും മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായി കൺവേ ചെയ്യാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മുന്നേ ഒന്നും ഞാൻ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലായിരുന്നു. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. അതായത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ, ഞാൻ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. കൂടുതലും ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനൊന്നും ശ്രമിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് നമുക്ക് വരുന്ന ലൈഫ് എക്സ്പീരിയൻസോ എന്തൊക്കെയോ കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞത് നമ്മൾ എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കണം, നമ്മൾ കൺവേ ചെയ്യണം. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണായി തന്നെ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക്, ഈ ഒരു ട്രെയിൻ ദ ട്രെയിനർ നാം വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഒരുപാട് കോൺഫിഡൻസ് കൂടി എന്നുള്ള ഒരു കാര്യം എനിക്ക് തന്നെ സ്വയം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുമ്പേ ഒന്നും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യില്ലായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കയറി ഓരോ സംസാരിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, മാറ്റങ്ങൾ വന്നു. എവിടെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് ഈ ഫൈസൽ CA സാറിന്റെ ട്രെയിൻ ദ ട്രെയിനർ ക്ലാസ്സിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മൾ ഇവിടെ ഇന്ന് വിഷയം അവതരിപ്പിക്കാൻ വന്നിട്ടുള്ളത് ആലുവ സ്വദേശിയും കൗൺസിലറും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററുമായിട്ടുള്ള ലാലി ബിസ്മിൽ മാം അവതരിപ്പിക്കുന്നത് കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന ഒരു ടോപ്പിക്കാണ്. സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം.
തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരുപാട് ഗുണകരമാവുന്ന, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലരും അറിയാതെ പോകുന്ന ഒരു വിഷയം തന്നെയാണത്. മാമിനെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിൻബിൾ അക്കാഡമി ഡയറക്ടറും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ ഫൈസൽ CA സാറിനെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ട്രെയിൻ ദ ട്രെയിനർ ബാച്ചിലെ എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റ് സുഹൃത്തുക്കളെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ CA സാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു റുബീന മാം. വളരെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സാധാരണഗതിയിൽ ഇൻട്രൊഡക്ഷൻ ഒരു ഒറ്റ മിനിറ്റിൽ ഒതുക്കാലാണ് സാധാരണ എല്ലാവരും. ഞാൻ സാധാരണ പറയാറുണ്ട് 5 മിനിറ്റ് എങ്കിലും മിനിമം എടുത്ത് ഇൻട്രൊഡക്ഷൻ പറയണം എന്നുള്ളതാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ റുബീന മാം ഹാൻഡിൽ ചെയ്തു. മാമിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഇംപ്രൂവ്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിലെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള അവതരണമാണ് ലാലി മാം അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ലാലി മാം, ഓവർ ടു യു. നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ യു ക്യാൻ സ്റ്റാർട്ട്. ഓവർ ടു യു. Thank you, sir. Thank you, Rubina ma'am. Hello, good evening. ഞാൻ ലാലി ബിസ്മിൽ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്, കൗൺസിലർ ആണ്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിലാണ്. അത് കുട്ടികൾക്കുള്ള സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നതും അതേ ഒരു കാര്യം തന്നെയാണ്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ്. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ ഇടയിൽ സാധാരണ കാണപ്പെട്ടു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പൊ ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്താണ് എന്ന് നിങ്ങളെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക. ഇതൊരു വലിയ ഏരിയ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാരണം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണമെന്ന് നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് കൊമൻസ്, അത് വൈറലായ സമയത്ത് ഒരുപാട് കൊമൻസ്, ബാഡ് ആയിട്ടുള്ള കൊമൻസ് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഭയങ്കര തെറ്റായി ധരിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു. അത് ശരിക്കും കുട്ടികൾക്കുള്ള ഒരു ടോപ്പിക്കാണ്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം എന്നത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് അങ്ങനെ വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇത് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറയുന്നതാണ് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അതിനകത്ത് യുനെസ്കോ 8 പോയിന്റ്സ് ആണ് നമ്മളോട് പറയുന്നത്.
അത് അതൊരു വലിയ പുസ്തകമായിട്ട് തന്നെയാണ് അവരതിനകത്ത് പറയുന്നത്. ഇത് അതിൽ ഫസ്റ്റ് വൺ മാനുഷിക ബന്ധങ്ങളെ പറ്റി, സെക്കൻഡ് വൺ ലൈംഗിക മൂല്യങ്ങള്, അവകാശങ്ങളെ പറ്റി, അതുപോലെ ജെൻഡർ എന്താണ്, ലൈംഗിക അതിക്രമങ്ങൾ, ചൂഷണങ്ങള്, അതുപോലെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ട സ്കിൽസ്, അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ വളർച്ച, അതിന്റെ പരിണാമങ്ങള്, അതുപോലെ ലൈംഗികതയും ലൈംഗികപരമായ പെരുമാറ്റം, ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യം, ഗർഭനിരോധനം, ഇതൊക്കെയാണ് നമ്മൾ യുനെസ്കോ പറഞ്ഞിട്ടുള്ള കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. പക്ഷെ ഇത് ഒരു വലിയ ബുക്കില് ഒരു വലിയ സബ്ജക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത്രയും പോയിന്റ്സ് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ശരിക്കും കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ നാട്ടില് വളരെ കുറവാണ്. അത് നമ്മളേറെ പിന്നിലാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സെക്സ് എന്ന് പറയാനുള്ള ഒരു അത് നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ ലൈംഗികത എന്താണെന്നും ലൈംഗികതയെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനും, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലുള്ളവരോടും, ഇത് മറ്റേതൊരു ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ പോലെ ഇതും പറയാനുള്ള ഒരു മടി നമ്മൾ മാറ്റിവെച്ചു, എന്നിട്ട് വേണം നമ്മളിത് നമ്മുടെ മക്കളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുവാൻ. അപ്പൊ ആദ്യം എനിക്ക് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ അതുപോലെ, അതായത് ഈ സെക്സ് എന്ന് പറഞ്ഞത് ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം എന്നൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഒരു പൊതുവായ ചിന്താരീതി. പക്ഷെ ശരിക്കും പറഞ്ഞ ഈ സെക്സ് എന്നതുണ്ടല്ലോ, ഈ ഒരു ബേസിക് നീഡ് തന്നെയാണ്. അതായത് നമ്മള് ബേസിക് നീഡ് എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ ബേസിക് നീഡ് എന്ന് പറയുന്നത്. ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ നീഡാണ് നമ്മളുടെ, അതും ഒരു ബേസിക് നീഡ് തന്നെയാണ്. അപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ലൈംഗികത മറ്റേതൊരു ആരോഗ്യ രംഗത്തെ വിഷയം പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ, നമ്മുടെ മക്കളിലൂടെ തുറന്ന് സംസാരിക്കപ്പെടണം. അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് ആരംഭിക്കുന്നു എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആരംഭിക്കേണ്ട ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അത് നമ്മൾ പേരൻസ്, രക്ഷകർത്താക്കൾ തന്നെയാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. ശരിക്കും അതിനുശേഷമാണ് നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർമാർക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിനും ഒക്കെ ചെയ്യേണ്ടത്. ആദ്യം രക്ഷകർത്താവ് ചെയ്യേണ്ടതാണ്. പക്ഷെ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ശരിക്കും ഈ എങ്ങനെ ഈ ജനിച്ച കുട്ടിക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കും എന്നതിനെ കുറിച്ച് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ തോന്നിയോ? ഒന്ന് പറയാമോ? നിങ്ങൾ ആർക്കെങ്കിലും ഈ ലാലിമാം പറഞ്ഞല്ലോ ഈ ജനിച്ച കുട്ടിക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, അത് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിരുന്നോ ഈ മാം പറയണത് ശുദ്ധ മണ്ടത്തരമല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഒന്ന് പറയോ? ആർക്കും തോന്നി? ഹലോ പറ. ഹലോ മാഡം. പറയൂ. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോ സാധാരണ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, നീ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണ്, നീ അവരെ കൂടെ കളിക്കരുത്, നീ ഇവരെ കൂടെ കളിക്കരുത്, നീ അതാണ് ചെയ്യേണ്ടത്, നീ അത് ചെയ്യരുത്. കുറെ നമ്മളുടെ വെൽ സ്ട്രക്ചർ ആക്കിയിട്ട് ഇത് കുറെ കാര്യങ്ങൾ ആണുങ്ങൾ ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു വേർതിരിവ് നമ്മളുടെ സമൂഹവും വീടും കുടുംബവും സ്കൂളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ നമ്മളെ മാറ്റിയെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മാഡം പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പോ ശരിക്കും താങ്ക് യു. പറഞ്ഞത് 100% ശരിയാണ്. ഡിസ്ക്രിമിനേഷൻ, അതുപോലെ നമ്മൾ കാണാറില്ലേ, ബ്ലൂ ഉടുപ്പ് ആൺകുട്ടികൾക്ക്, പിങ്ക് ഉടുപ്പ് പെൺകുട്ടികൾക്ക്. ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഇല്ല. പക്ഷെ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജനിച്ച കുട്ടികൾക്ക് എങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കും എന്നതിന്. അതായത് ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസെന്റ്. ഈ കൺസെന്റ് എന്ന് പറയുന്നത് സമ്മതം. മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കൺസെന്റ്. ഈ കൺസെന്റ് കുട്ടിക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ജനിച്ച കുട്ടിക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റും? ജനിച്ച കുട്ടിക്ക്, അതായത് ജനിച്ച കുട്ടിയെ നമ്മൾ എടുക്കുമ്പോൾ അവരോട് നമുക്ക് ചെറുതായിട്ട് വെറുതെ ഒന്ന് ചോദിക്കാം, കുഞ്ഞെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അവര് ഒന്ന് കിസ് ചെയ്യുന്നു, അവർക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറയാം, ഞാൻ ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ, ഒരു ഉമ്മ തന്നോട്ടെ എന്ന് നമുക്ക് അവരോട് ഒരു കൺസെന്റ് ചോദിക്കാം. അതുപോലെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നു, അവരുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു കൺസെന്റ് ആണ്, നമ്മൾ ചോദിക്കണം. പക്ഷെ അവർ ആ സമയത്ത് അത് പഠിക്കുന്നില്ല. പക്ഷേ അവര് ഫ്യൂച്ചറിൽ ഓരോ പ്രായം കഴിഞ്ഞ് വലുതായി വരുംതോറും കൺസെന്റ് എന്താണെന്ന് അവര് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവര് പഠിച്ചിരിക്കും എന്നുള്ളതാണ്. അതുപോലെ അതുപോലെ നമ്മൾ ഒരു 2 വയസ്സാവുമ്പോൾ നമ്മൾ എന്ത് പഠിപ്പിക്കും? ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കും, ഇല്ലേ? ഈ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ പറയും, കുഞ്ഞിന്റെ പീനിസ് വാഷ് ചെയ്തോ, അല്ലെങ്കിൽ വജൈന വാഷ് ചെയ്തോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഏനിസ് വാഷ് ചെയ്ത് തരട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അവർക്കത് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ പല പ്രാവശ്യം അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ അവര് അതും ഒരു മോശപ്പെട്ട വേർഡ്സ് അല്ല ഇതൊന്നും. വൾവ, വജൈന, പീനിസ്, ടെസ്റ്റിസ് ഇതൊന്നും ഒരു മോശപ്പെട്ട വേർഡ്സ് അല്ല എന്നവര് മനസ്സിലാക്കും. അപ്പോ 2 വയസ്സിൽ ആ കുഞ്ഞ് അതൊക്കെ പതിയെ പഠിച്ചു തുടങ്ങാണ്. ശരിക്കും എന്തുകൊണ്ട് കണ്ണിന് കണ്ണ്, മൂക്ക്, ചെവി, തല, കാല്, കയ്യ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? നമുക്ക് എന്തുകൊണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് വേർഡ്സ് യൂസ് ചെയ്തു? നമ്മൾ ഈ ചീച്ചി വേർഡ്സ് എന്നൊക്കെ പറഞ്ഞല്ലേ കുഞ്ഞിനെ അത് പഠിപ്പിക്കാൻ. ചീച്ചി ഒഴിക്കും, മൂത്രം ഒഴിക്കാൻ പോകുന്നതിന് നമ്മൾ ചീച്ചി ഒഴിച്ചോ എന്നല്ലേ ചോദിക്കുക. അതുപോലെ എന്തിനാ നമ്മൾ അത് ചെയ്യുന്നേ? അതിന്റെ ആവശ്യം ഇല്ലല്ലോ. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ 3.5 വയസ്സ് മുതൽ നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. ആദ്യ പാഠങ്ങൾ, ബാലപാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് അതായത് ഗേള്, ബോയ്, അവരാണ് പിന്നീട് മെന്നും വിമനും ആവുന്ന നമ്മുടെ ഫാമിലിനെ പറ്റി ഒക്കെ കുഞ്ഞു കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ പറ്റിയിട്ട്, അതുപോലെ സേഫ് ആയിട്ടുള്ള ടച്ച്, അൺസേഫ് ആയിട്ടുള്ള ടച്ച്, അതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇതിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ചെറുപ്പം മുതൽ തന്നെ എല്ലാ കാര്യവും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഓരോരോ പ്രായത്തില് ആ പ്രായത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണേ. ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കരുത് ഒരു 7-8 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് കുറച്ചുകൂടി മുതിർന്ന കാര്യങ്ങൾ പറയാം. ശരിക്കും 7-8 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കരുത് കൗമാരക്കാർക്ക്. അതിലും കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇന്ന പ്രായത്തില് ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് യുനെസ്കോയുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒട്ടും അറിവില്ലാത്ത ഒരു വിഭാഗം സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ നമ്മളെ പോലെയുള്ളവര്, ഞാനൊക്കെ ആദ്യമായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് കേട്ടപ്പോൾ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പഠിപ്പിക്കലാണ് ലൈംഗിക വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ലൈംഗിക ഘടന, അവയവത്തിന്റെ ഘടന, അവയുടെ പ്രവർത്തനങ്ങൾ, അത് മാത്രമാണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ശരിക്കും അത് മാത്രമല്ല യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. അതായത്
ഒരു വ്യക്തിയുടെ ഫാമിലി, ഞാൻ കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഫാമിലിയെ പറ്റി, ആ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അതല്ലാതെ അച്ഛനും അമ്മയും കുട്ടിയും ഉള്ള ഫാമിലി, അതുപോലെ സിംഗിൾ പേരന്റ്, അതായത് അച്ഛനും കുട്ടിയും മാത്രമായിട്ടുള്ള ഫാമിലികൾ ഉണ്ടാവും, ചിലപ്പോൾ അമ്മയും കുട്ടികളും മാത്രമായിട്ടുള്ള ഫാമിലി ഉണ്ടാവും. അതുപോലെ അച്ഛനും അമ്മയും ഇല്ലാതെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ വളരുന്ന ഫാമിലി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു തെറ്റല്ല, ഒരു കുട്ടിയുടെ തെറ്റല്ല ഇതൊന്നും. അതൊക്കെ ഇപ്പോ ഈ നമ്മുടെ ഡിവോഴ്സ് ഒക്കെ ഒരുപാട് കൂടുന്ന കാലത്ത് ഇത് കുട്ടികൾക്ക് ഇതൊക്കെ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും കുട്ടിയുടെ തെറ്റല്ല എന്ന് നമ്മള് കുട്ടിയെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി വിടണം. അത് ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. അതുപോലെ സൗഹൃദത്തിനെ പറ്റി നമുക്ക് പറയാം. സൗഹൃദത്തിന്റെ ബൗണ്ടറികളെ പറ്റി പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസമാണ്. അതുപോലെ പ്രണയത്തിനെ പറ്റി പറയാം. അത് പ്രണയം എന്നത് ഈ നമ്മൾ അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പ്രണയത്തിനെ പറ്റി കവികൾ ഒരുപാട് വാഴ്ത്തി പറയാറില്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞ പ്രണയം എന്നത് ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ഇത്ര ആഴമേറിയ ബന്ധങ്ങളിൽ ഒന്നും ചെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ കൊണ്ടുപോയാൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മക്കള് നേരിടേണ്ടി വരും. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അവരുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ അവർ പുറകോട്ട് പോകും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവര് പുറകോട്ട് പോകും. അപ്പൊ അതൊക്കെ എന്താണ് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ലൈംഗിക പെരുമാറ്റങ്ങൾ, അതായത് നമ്മൾ വലുതായി വന്ന് എങ്കിലും നമ്മുടെ ലൈംഗിക പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നിന്നോ കിട്ടിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവരുടെ അതിന്റെ ഒരു സ്വാധീനമായിരിക്കും അത്. കാരണം നമ്മൾ ചെറുപ്പകാലത്ത് ലൈംഗികതയെ കുറിച്ച് എത്ര മോശമായിട്ട് അല്ലെങ്കിൽ എത്ര തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചെടുത്തത് കൂട്ടുകാരിൽ നിന്ന് ഡിസ്കസ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. കൗമാരപ്രായത്തിലൊക്കെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വളരെ തെറ്റായ അറിവാണ്. അപ്പൊ അതൊക്കെ അതിനെക്കുറിച്ചോ ഒക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ കൺസെന്റ്, അതുപോലെ സ്വകാര്യത, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഇതിലൊക്കെ ലൈംഗികതയിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. അതുപോലെ നമുക്ക് പറയാം സെക്ഷൽ വാല്യൂസ്. നമ്മുടെ നാട്ടിലെ ഒരു രീതി സെക്ഷൽ വാല്യൂസ് ആണോ യൂറോപ്യൻ കൺട്രീസിൽ? അപ്പൊ അതുപോലെ അവരെ നമ്മൾ അനുകരിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതായിട്ട് കാണുന്നു. പക്ഷെ ശരിക്കും അത്ര അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. അപ്പൊ അത് നമ്മളുടെ വാല്യൂസ്, അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക. അതും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. പിന്നെ ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റി നമ്മൾ ആണും പെണ്ണും മാത്രമല്ല കുറേ വിഭാഗങ്ങൾ, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് അവരൊക്കെ ഉണ്ട്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടികളോട് ഇതിലൂടെ പറഞ്ഞു മനസ്സിലാക്കാം. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ നോ പറയേണ്ടടുത്ത് നോ പറയുക. അതുപോലെ നമുക്ക് ലൈംഗികതയിൽ എന്തെങ്കിലും ഒരു സഹായം, നമുക്ക് അത് മറച്ചു വെക്കേണ്ട കാര്യമാണെന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ മറച്ചു വെക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം തേടേണ്ടി വന്നു അത് തേടുക. ഇതൊക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഇന്റർനെറ്റിന്റെ സുരക്ഷിതമല്ലാത്ത ഉപയോഗത്തിലൂടെ, അതായത് പോൺ വീഡിയോസ് അങ്ങനെയൊക്കെ നമ്മൾ ഇന്റർനെറ്റിലൂടെ അതും ഇതും കുട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഒരുപാട് തെറ്റായ വിവരങ്ങൾ കുട്ടികൾക്ക് കിട്ടും. അതുപോലെ അതാണ് യഥാർത്ഥ ലൈംഗികത എന്ന് കുട്ടികൾ ചെറിയ പ്രായത്തിലെ തെറ്റായത് പഠിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഗർഭധാരണം, ഗർഭനിരോധനം, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഗർഭധാരണം നടക്കുന്നതിന് അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസുകളെ പറ്റി ഒക്കെ നമ്മൾ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അറിവാണ്, ശരീരത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ ശരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. പ്രായത്തിനനുസരിച്ചാണ്
നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അവരെ കുഞ്ഞു കുട്ടികളെ അവരെ ആരെങ്കിലും ഒരു ചൂഷണം ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വന്നാൽ അത് അതിന് വന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ അവർക്കൊരു അബ്യൂസ് സംഭവിച്ച എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പോലും അവർ പറയണം. അതായത് ഒരു അബ്യൂസ് സംഭവിക്കാൻ ഒരാൾ അവര് ഒരു സേഫ് അല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്യാൻ വന്നാൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യണം, ഉറക്കെ നോ പറയണം. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഉറക്കെ നോ അവരോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഒന്നും അവർ സ്തംഭിക്കും. ആ ഒരു സമയത്ത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഓടി നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞു പഠിപ്പിക്കണം. ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ പാകത്തിന് കുട്ടികളുടെ മനസ്സിൽ നമ്മൾ അത് ഉറപ്പിച്ചിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ലൈംഗിക അവയവങ്ങളുടെ വൃത്തി, ശുചിത്വം. അതായത് കുട്ടികൾക്ക് ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വം നിർബന്ധമായിട്ടും വേണം. അതെങ്ങനെ വാഷ് ചെയ്യണം, അതെങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ അതൊക്കെ വ്യക്തമായിട്ട് പറയണം. പിന്നെ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പറയേണ്ട ഒരു കാര്യമാണ് പ്യൂബേർട്ടി. അതായത് കൗമാര കാലഘട്ടത്തിന്റെ തുടക്കം. അത് ഗേൾസിനാണെങ്കിൽ ഒരു 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ കൗമാര കാലഘട്ടത്തിന്റെ ആരംഭമാണ്. അതുപോലെ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കൗമാര കാലഘട്ടത്തിന്റെ ആരംഭം ഇതിനിടയിൽ സംഭവിക്കാം. ഇത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഈ പ്യൂബേർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് മെൻസസിനെ പറ്റി ഉള്ള കാര്യങ്ങൾ, അത് ഈ പ്രായത്തിൽ ഇങ്ങനെ ബ്ലഡ് നമ്മുടെ വരും എന്നുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ അപ്പോൾ അതെനിക്കറിയാം, നിങ്ങൾ അമ്മമാര് മെൻസസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അമ്മമാരെല്ലാവരും തന്നെ പെൺകുട്ടികളോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ബോയ്സിനോട് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ പ്യൂബേർട്ടി പീരീഡിനെ പറ്റി, അവരുടെ കൗമാര കാലഘട്ടത്തെ പറ്റി എന്തെങ്കിലും നമ്മൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങൾ ബോയ്സിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൗമാര കാലഘട്ടത്തെ പറ്റി? മീൻസ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് സർ, ഒന്ന് പറയാമോ? അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത്, കക്ഷി ചെക്കനെ ചെറിയൊരു പ്രശ്നം വന്നപ്പോ തന്നെ ചോദിച്ചു, അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് എനിക്ക് ഭയങ്കര ഒരു ഇത് വരുന്നുണ്ട്, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ടും വരുന്ന ആണുങ്ങളാവുമ്പോൾ വരുന്ന ഒരു പ്രക്രിയയാണ്. അത് മോനെ കുറച്ച് വലുതാകുന്നതിന്റെ ലക്ഷണമാണ്. അത് ശരീരപ്രകൃതിക്കനുസരിച്ച് വരുന്ന ഒരു കാര്യങ്ങളാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് എപ്പോഴും ഇടയ്ക്ക് വരുന്നതാണ്. എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് പരിമിതിയുള്ള കാര്യങ്ങൾ. അതെ, അത് തന്നെ ധാരാളം. വെരി ഗുഡ്. എന്തായാലും താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള പേരൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം കൂടി. അത് തന്നെയാണ്, ഇങ്ങനെയുള്ള പേരൻസിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയുള്ള പേരൻസിനെ ഉണ്ടാക്കുക. അതുപോലെ കുട്ടികളെ ഈ ലൈംഗിക ആരോഗ്യ കാര്യത്തിൽ അവയർനെസ് ഉള്ള കുട്ടികളും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ശരിക്കും നല്ല കാര്യം. താങ്ക് യു സർ. ശരിക്കും നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഒരു കൗമാര കാലഘട്ടത്തിലുള്ള ആൺകുട്ടികൾക്ക് നമ്മൾ അവരുടെ ലിംഗം
ഉദ്ധരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു പ്രായത്തില് രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ എണീക്കുമ്പോൾ ലിംഗം ഉദ്ധരിച്ച് വരും. അപ്പൊ അവരാദ്യമായിട്ട് അതൊക്കെ വരുമ്പോൾ അവര് സത്യത്തിൽ അവര് പേടിക്കും. അപ്പൊ സാറ് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മൾ നമ്മുടെ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നിരിക്കട്ടെ, അപ്പോൾ എന്ത് സംഭവിക്കും? അവര് സ്വാഭാവികമായിട്ട് അവർ കുട്ടികളുടെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകണം. അവർ ഉറപ്പായിട്ടും ഇതൊക്കെ ഡിസ്കസ് അവരുടെ പ്രായത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരുപാട് വികലമായ അല്ലെങ്കിൽ തെറ്റായ കുറേ അറിവുകളായിരിക്കും അവിടെ നിന്ന് കിട്ടുക. അപ്പൊ അവരത് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. അപ്പൊ നമ്മുടെ മക്കൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാസ്റ്റർബേഷൻ എന്ന കാര്യം അതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്, ഒരു സ്വയംഭോഗം എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ കാര്യമാണ് എന്നൊരു പാപബോധം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ശരിക്കും തെറ്റാണ്. ശരിക്കും അതൊരു പാപബോധം വരുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് അവരുടെ പ്രായത്തില് അവരുടെ ഹോർമോണൽ ചേഞ്ചസിന്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവർ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രം സ്വാഭാവികം. നമ്മളിത് പ്രൊമോട്ട് ചെയ്യണം എന്നല്ല, അതായത് നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇത് അമിതമായാലും പ്രശ്നമാണ്, അതും നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അമിതമായാൽ വലിയ പ്രശ്നങ്ങൾക്കിടയാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അഡിക്ഷൻ ആവാതെ നോക്കുക. ഇതൊക്കെ ഒരു ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരുടെ ആ ഒരു പ്രായത്തിൽ അവരുടെ ബോഡി എക്സ്പ്ലോർ ഉറപ്പായിട്ടും അവർ ചെയ്യും. അപ്പൊ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ ഇത് എപ്പോൾ പറയണം, നമ്മുടെ മക്കളോട് ഇതൊക്കെ എപ്പോൾ പറയണമെന്നില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ കളിച്ചോണ്ടിരിക്കുന്ന മക്കളെ വിളിച്ചോണ്ട് വന്നല്ല പറയണ്ടേ. അതായത് നമ്മുടെ കൂടെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ കുളിക്കുമ്പോൾ, അവർ കുളിക്കാനായിട്ട് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ, കുളിക്കുന്ന സമയം, അല്ലെങ്കിൽ അവരുടെ വസ്ത്രം മാറുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും പ്രഗ്നന്റ് ആവുകയാണെന്ന് വിചാരിക്കും, കുട്ടി അറിയുന്ന ആരെങ്കിലും പ്രഗ്നന്റ് ആയി, അപ്പൊ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം പ്രഗ്നൻസിയെ പറ്റി. നോർമൽ ആയിട്ടുള്ള പ്രസവമുണ്ട്, അതുപോലെ സിസേറിയൻ ഉണ്ട്, അതുപോലെ ഇനി കുട്ടികളില്ലാത്തവർക്ക് ദത്തെടുക്കാം, അതുപോലെ ടെസ്റ്റ് ട്യൂബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാൻ, അതുപോലെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വരുമ്പോൾ, അതുപോലെ ടി-വിയിലോ ബുക്കിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ എൻ്റെ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്ന് കൊടുത്തത് കൊണ്ട് ഒരു കുട്ടിയും വഴിതെറ്റി പോകുമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ വഴിതെറ്റി പോകുമെന്ന്? ശരിക്കും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അന്ന് ആ ഒരു സംഭവം സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുമെന്ന് പേടിച്ചാണ് ആളുകൾ അങ്ങനെ മോശമായിട്ടുള്ള കമന്റ്സ് ചെയ്തത്. പക്ഷെ യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ച കുട്ടി, അവർക്ക് ലൈംഗിക ആരോഗ്യ കാര്യത്തില് എന്തൊക്കെ ചെയ്യണം എന്ന് വ്യക്തമായ ധാരണയുണ്ടാവും. യഥാർത്ഥമായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് എന്ന് ഉറപ്പായിട്ടും അവർക്ക് അറിയാം. അപ്പൊ അവര് എന്ത് ചെയ്യും? അവരുടെ കൗമാരപ്രായത്തിലോ മറ്റോ അവര് ലൈംഗികതയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവരതിൽ നിന്ന് വിട്ടു നിൽക്കുക ചെയ്യും. അങ്ങനെ തെറ്റായ ഒരു ബന്ധത്തിലേക്കോ ഒന്നും അവര് പോകില്ല. അപ്പൊ അതെന്താണ്? അവർക്ക് പക്വതയും പാകതയും അല്ലെങ്കിൽ പ്രായവും ഒക്കെ എത്തുന്നതിന് മുമ്പ് ഈ ലൈംഗിക കാര്യങ്ങളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും, എന്ത് അപകടമാണ് ഉണ്ടാവുന്ന എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. അവർ പഠിച്ചിട്ടുണ്ട് ഈ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയതിലൂടെ. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയും
ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചു കൊടുത്തു എന്നതുകൊണ്ട് ഒരു കുട്ടിയും വഴി തെറ്റി പോകില്ല എന്ന് ഞാൻ 100% ഉറപ്പ് നിങ്ങളോട് പറയുകയാണ്. അതുപോലെ ഇനിയും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ അതായത് 3.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇനിയും ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് നമ്മൾ പേരൻസ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഞാനിവിടെ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അത് ശരിക്കും എന്താണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, അതായത് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതിലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ, ഇനി എൻ്റെ അവസരങ്ങളിൽ ഞാൻ ഇതിൽ നിന്ന് ഓരോ ടോപ്പിക്കുകളും എടുത്ത്, അതായത് സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച്, അതൊരു വലിയ ടോപ്പിക്കാണ്. അതുപോലെ റിലേഷൻഷിപ്പ്, ഫാമിലി, അതുപോലെ ഇതൊക്കെ ഒരു വലിയ ടോപ്പിക്കാണ്. അതുപോലെ ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റി പറയുകയാണ്, അതൊരു വലിയ ടോപ്പിക്കാണ്. അതുപോലെ ലൈംഗിക ശുചിത്വത്തെ പറ്റി, അതുപോലെ ഇതൊക്കെ ഓരോ ടോപ്പിക്കുകളാണ്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതുപോലെ 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഒരു കുട്ടികൾക്ക് കൊടുക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസമുണ്ട്, അതിനെക്കുറിച്ച്. അതുപോലെ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കൊടുക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസമുണ്ട്, ആ ഒരു ക്ലാസ്. അതുപോലെ കൗമാരക്കാർക്ക് കൊടുക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച്. ഇതൊക്കെ വ്യത്യസ്തമായ ടോപ്പിക്കുകളാണ്. ഇപ്പൊ ഞാൻ എന്താണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കോംപ്രിഹെൻസീവ് സെക്സ് എന്ന വേർഡ് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് പറയാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഏത് ഒരു ആരോഗ്യ രംഗ സംബന്ധമായ കാര്യങ്ങളെ പോലെ തന്നെയാണ് സെക്സ്. അതിന് ഒരു നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റു ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊക്കെ അത് ഓപ്പൺ ആയിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പൊ നമുക്ക് അതിന്റെ നാണം അങ്ങ് മാറിക്കിട്ടും. നമ്മുടെ നാണം മാറിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആയി. അപ്പൊ പിന്നെ നമ്മുടെ മക്കൾക്ക് സുഖസുന്ദരമായിട്ട് ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററിന്റെയും ആവശ്യം സത്യത്തിലില്ല. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മാത്രം മതിയാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എന്തായാലും സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് അറിയണം, കൂടുതൽ അറിയണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ലാലി, നല്ല ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികള് ക്യൂരിയസ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമായി കഴിഞ്ഞാലും അവർക്ക് അറിയാനുള്ളൊരു തൽപരത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും തല്ലിത്തകർക്കുന്നത് നമ്മൾ പാരന്റ്സ് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നിനക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ തീരെ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ. കാരണം അത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടുമോ എന്നുള്ളൊരു പേടിയിലാണ്. അപ്പോ ഈ ക്യൂരിയോസിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ സെക്സിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. പിന്നെ ചെറുപ്പത്തിലെ തന്നെ വരുമ്പോ തന്നെ ആണുങ്ങൾക്ക് എങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി നമ്മള് പാരന്റ്സ് അതിനെ അഭിസംബോധനം ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള രൂപത്തിൽ. വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് ഇതിന്റെ ഒരു അന്തസത്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ റൈറ്റ് വേയിലൂടെ നമ്മൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ ലാലി മാം ഓവറോൾ അതിന്റെ ഒരു അന്തസത്തയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ നന്നായിട്ട് തന്നെ ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തു. സോ പാർട്ടിസിപ്പൻസിന് ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളാകാം, ഫീഡ്ബാക്കുകൾ ഒക്കെ പറയാനുള്ള അവസരമാണ്. സോ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് ഞാൻ പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരാം. ഹലോ മാം, ഒന്ന് റീക്യാപ്പ് ചെയ്യാവോ മാം ആ. ഒന്ന് മെയിൻ പോയിന്റ്സ്? അതായത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും യുനെസ്കോ പറയുന്നത് ഒരു 3-3.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങണം. അത് അവർക്ക് ജസ്റ്റ് ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ ജസ്റ്റ് ജെൻഡറിനെ പറ്റി 3.5 വയസ്സുള്ള കുട്ടിക്ക് അത് മതിയാകും. അതുപോലെ പ്രൈവറ്റ് പാർട്സിനെ പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ സേഫ് ടച്ച്, അൺസേഫ് ടച്ച് അത് ഒരു 3.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ യുനെസ്കോയുടെ 8 പോയിന്റുകളെ പറ്റി പറഞ്ഞു. യുനെസ്കോയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 8 പോയിന്റ്സ് ആണ്. അത് മാനുഷിക ബന്ധങ്ങള്, ലൈംഗിക മൂല്യങ്ങള്, അവകാശങ്ങള്, അതുപോലെ ജെൻഡർ എന്താണെന്നുള്ളത്, അതുപോലെ ലൈംഗിക അതിക്രമങ്ങള്, ചൂഷണങ്ങള്, പിന്നെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ട സ്കിൽസ്, അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ വളർച്ചയും പരിണാമത്തെക്കുറിച്ച്, അതുപോലെ ലൈംഗികതയും ലൈംഗികപരമായ പെരുമാറ്റങ്ങളെ കുറിച്ച്, പ്രത്യുൽപാദനത്തെക്കുറിച്ച്, ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച്. ഇതൊക്കെയാണ് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന 8 പോയിന്റ്സ്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മടി മാറ്റണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഉറപ്പായിട്ടും നമ്മൾ തന്നെ മാറ്റണം. ലൈംഗികപരമായ കാര്യങ്ങൾ പറയാനുള്ള മടി നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞു. അതുപോലെ ബേസിക് നീഡ് പോലെ, അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള ഒരു ബേസിക് നീഡാണ്. അതൊരു സൈക്കോളജിക്കൽ നീഡാണ്. അത് ആണ് സെക്സ് എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ കൂടി ചോദിക്കട്ടെ. ഇവിടുത്തെ പുരുഷന്മാരിരിക്കുന്നില്ലേ, ശരിക്കും ഒരു ബേസിക് നീഡ് തന്നെയല്ലേ? ബേസിക് നീഡ് തന്നെയല്ലേ ഈ സെക്സ് എന്നുള്ളത്? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? സ്ത്രീകളോട് ചിലപ്പോൾ ചോദിച്ചാൽ ആൻസർ അവർ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരോട് ചോദിച്ചത്. ശരിക്കും ഒരു ബേസിക് ഒരു നീഡ് തന്നെയല്ലേ? അത്യാവശ്യം ഭക്ഷണം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു നീഡ് അല്ലേ നിങ്ങളുടെ? അത് ഏതെങ്കിലും ഒരു പുരുഷൻ അല്ലേ? തീർച്ചയായിട്ടും. അതെ, അത് പക്ഷെ നമ്മൾ ആരും സമ്മതിച്ച് കൊടുക്കൂല എന്ന് മാത്രമുള്ള ഈ ബേസിക് നീഡ് തന്നെയാണെന്നുള്ളത്, ലൈംഗികത എന്നുള്ളത്. അതുപോലെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത് ജനിച്ച അന്ന് മുതലാണെന്ന് പറഞ്ഞു. പിന്നെ 3.5 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ബോഡി പാർട്സ് കറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെ തന്നെ, കണ്ണിന് കണ്ണെന്ന് പറയൂ, കൈക്ക് കൈ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സുകളെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പ്രായത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ. 3.5 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ 3.5 വയസ്സുള്ള കുട്ടിക്ക്, അതുപോലെ 7 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം അവരുടെ പ്രായത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാവുള്ളൂ. അല്ലാതെ കൗമാരക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ 7 വയസ്സുള്ള കുട്ടിക്ക് പോയി പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഫാമിലിനെ പറ്റി, സൗഹൃദത്തിൽ വേണ്ട ബൗണ്ടറികളെ പറ്റി, അതുപോലെ പ്രണയത്തിനെ പറ്റി. പ്രണയം ഇതൊക്കെ ലൈംഗിക വിദ്യാഭ്യാസം ആണ് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഒരു കൗമാരക്കാരുടെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ഒരുപാടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊരു ലൈംഗിക വിദ്യാഭ്യാസം മാത്രമാണ്, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഏരിയ ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ലൈംഗിക പെരുമാറ്റത്തിലെ കൂട്ടുകാർക്കും സ്വാധീനങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ സെക്ഷൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ജെൻഡർ ഐഡന്റിറ്റീനെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അതിൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം എന്ന് പറഞ്ഞു. അതുപോലെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പറ്റി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് രോഗങ്ങൾ, എയ്ഡ്സ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് എയ്ഡ്സ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത്
ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് വരുന്നത് എന്ന്. അതുപോലെ കൗമാരക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഗർഭധാരണം, അതൊക്കെ എത്രമാത്രം ദിവസവും നമ്മൾ ന്യൂസ് പേപ്പറിൽ ഓരോന്ന് വായിക്കാറുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. ആ കുട്ടികൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അതൊക്കെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയിട്ട് അതൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഗർഭനിരോധന മാർഗങ്ങൾ എന്താണ് എന്നൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ സേഫ് ടച്ച്, അൺസേഫ് ടച്ച് അതിനെപ്പറ്റി പറയണം, നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ചെറിയ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് വേണം. അവരെ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ പോലും അവര് ചാടി എന്താണ് നമ്മൾ ഒരു അബ്യൂസ് സംഭവിക്കാൻ ശ്രമിച്ചാൽ, അത് നമ്മളെ ഒരാൾ അൺസേഫ് ആയിട്ട് ടച്ച് ചെയ്താൽ നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണെന്ന് അവരെ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പോലും പറയാൻ പാകത്തിന് അവര് പ്രിപ്പയർ ചെയ്യിക്കണം. അതുപോലെ പ്യൂബേർട്ടിയെ കുറിച്ച് പറഞ്ഞു. പെൺകുട്ടികൾക്ക് പ്യൂബേർട്ടി ഉണ്ടാകുന്നത് 8 വയസ്സിനും 13 വയസ്സിനും ഇടയിലാണ്. ആൺകുട്ടികൾക്ക് 10 വയസ്സിനും 16 വയസ്സിനും ഇടയിലാണ് അവരുടെ കൗമാര കാലഘട്ടം ആരംഭിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുപോലെ അവര് സ്വയംഭോഗത്തെ പറ്റി, കൗമാര കാലഘട്ടത്തിലെ സ്വയംഭോഗത്തെ പറ്റി നമ്മൾ ആൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി, അത് അവരുടെ ലൈംഗിക അവയവങ്ങളുടെ വൃത്തിയെ പറ്റി അതൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഓവറോൾ ഞാൻ പറഞ്ഞത്, ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ച കുട്ടി ഒരിക്കലും ഒരു ലൈംഗികപരമായ തെറ്റായ കാര്യത്തിലേക്ക് അവർ പോകില്ല എന്നുറപ്പാണ് എന്ന്. ഇതാണ് ഞാൻ ലാസ്റ്റ്, അത്രയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. എന്താണ് നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് നമ്മള് ഗേൾസിന്റെ കാര്യത്തിൽ കൂടുതൽ ഭയങ്കര ആശങ്കയുള്ള ആൾക്കാരാണ്. പക്ഷെ ബോയ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നുമില്ല. അത് അവര് ആ കൂട്ടുകാർ തമ്മിലുള്ള ഒരു ചർച്ചയിലാണെന്ന് തോന്നുന്നു കൂടുതലും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ടൊരു കേസ് ഞാനിങ്ങനെ കേട്ടതാണ്. ഒരു പെൺകുട്ടി 8 മാസം ഗർഭിണിയായിട്ട് നടന്നിട്ട് പോലും അമ്മ കണ്ടുപിടിച്ചില്ല, അമ്മ അറിഞ്ഞില്ല. പക്ഷെ അച്ഛനൊരു സംശയം തോന്നി. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ആ കൊച്ചിന് എന്തോ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായി. കുട്ടി ജനിച്ച കുഞ്ഞ് മരിച്ചു പോയെന്ന് തോന്നുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് പോലും ഇതൊക്കെയാണ് നമ്മുടെ അമ്മമാരുടെ കണ്ണ് എപ്പോഴും വേണം, പെൺപിള്ളേരിൽ വേണം എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്തും 8 മാസം ഗർഭിണിയായാൽ പോലും അതറിയാൻ പാടില്ലാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ കഴിയാത്ത അമ്മമാര് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അതുപോലെ തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ ആൺകുട്ടികൾക്കും ഈ മെൻസസിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് ഈ സ്ത്രീകളുടെ ആ ബുദ്ധിമുട്ടുകളെ പറ്റി അവർ തീർച്ചയായിട്ടും, ഞാൻ ഒരു ക്ലാസ് ഒരു 5 മിനിറ്റ് ടോക്കിൽ പറഞ്ഞിരുന്നു. നമ്മൾ ബോയ്സിന് മെൻസസിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റി, അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി. നമ്മൾ ബോയ്സിന് മെൻസസിനെ പറ്റി നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. ശരിക്കും അവര് അവരോട് അത് പറഞ്ഞു കൊടുക്കേണ്ട, നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ബോയ്സിനോട് മെൻസസിനെ പറ്റി. കാരണം അവരുടെ അമ്മയും അവരുടെ പെങ്ങളും അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് ആ ഒരു സമയത്ത്, ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട് ആ സമയത്ത്. അതൊക്കെ അവരറിഞ്ഞിരിക്കണം. എന്നാലാണ് ഫ്യൂച്ചറിൽ അവനൊരു വിവാഹം കഴിച്ചു വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടും അവനത് മനസ്സിലാവും. അത് മാത്രമല്ല, അവൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവൻ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ബാഗിൽ ഒരു പാഡ് ഇരിക്കണ കണ്ട അവിടെ അവര് ഈ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ബ്രെഡാണ്, ജാമാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കളിയാക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ അമ്മമാര് നമ്മുടെ ആൺകുട്ടികൾക്ക് മെൻസസിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. താങ്ക് യു മാം. ഒരു ഡൗട്ട്, ഇതിലെ നമ്മളുടെ ഈ ലേഡീസിന്റെ പെൺപിള്ളേരുടെ മെൻസസിന്റെ ടൈമിന് പാഡ് വെക്കുന്നതിൽ ആ ഉള്ളിൽ വെക്കുന്നത് അത്ര സേക്വർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതിനെ പറ്റി ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചിരുന്ന ടോപ്പിക്കാണത്. അതായത് മെൻസസ് നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് പാഡാണ്. നമ്മൾ TV-യിൽ പരസ്യമൊക്കെ കാണിക്കുന്ന പാഡ്.
ആ പാഡാണ്. പക്ഷേ ഇപ്പോൾ പാഡിനേക്കാൾ സുരക്ഷിതമായിട്ട് മെൻസ്ട്രൽ കപ്പ് വരുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ്, അതായത് അത് വജൈനയുടെ അകത്തേക്ക് നമ്മൾ മടക്കി അകത്തേക്ക് കയറ്റി വെക്കുക. അത് നമ്മുടെ യൂട്രസിന്റെ താഴെ വന്ന് അത് ജസ്റ്റ്, അത് ശരിക്കും തീർച്ചയായും ഡോക്ടേഴ്സൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് തികച്ചും സുരക്ഷിതമായ ഒരു കാര്യമാണ്. അത് ചെറിയ കുട്ടികൾ നമ്മളത് യൂസ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ മെൻസസിന്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 9 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സുള്ള കുട്ടികളിലൊന്നും നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പറഞ്ഞാൽ അത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വലുതായ അത് പ്രായപൂർത്തിയായ ഒരു 18 വയസ്സിനൊക്കെ മുകളിലേക്കുള്ള ലേഡികളിൽ ഉറപ്പായിട്ടും എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത്. അത് നമ്മുടെ സമൂഹത്തിന്, പരിസ്ഥിതിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന, കാരണം മറ്റു പാഡുകൾ നമ്മൾ പുറത്തേക്ക് ഇട്ട് അത് നമ്മുടെ ടോയ്ലറ്റിൽ എന്തായാലും അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ടോയ്ലറ്റ് അത് അടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് ഇട്ട് കത്തിക്കും. അത് കത്തിച്ചാൽ കത്തില്ല എന്നുള്ളത്. അത് പിന്നെ അത് അവിടെ കിടന്ന് പുകഞ്ഞ് ആ സ്മെല്ല് മൊത്തം പോയി. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് അത് ഭയങ്കര ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശരിക്കും മെൻസ്ട്രൽ കപ്പിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പൊ ഒരുപാട് പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും തികച്ചും അത് നല്ല ഒരു കാര്യമാണ്. പക്ഷെ ചിലരിൽ, വളരെ കുറച്ച് ആളുകളിൽ അത് അലർജിറ്റിക് ആണ്. അങ്ങനെയുള്ളവർക്ക് അത് പറ്റത്തില്ല. പക്ഷെ തികച്ചും സേഫ് ആണ് മെൻസ്ട്രൽ കപ്പ് പാഡിനേക്കാൾ. താങ്ക് യു. അത് മോള് ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചോളൂ, അതെ സേഫ്റ്റി അതെ. ആണോ? അപ്പൊ മോൾക്ക് എനിക്ക് എത്ര ഡൗട്ട് വയസ്സ്? വന്നപ്പോൾ എത്ര അവള് വയസ്സ്? ഡിഗ്രിയാണ് പഠിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡിഗ്രിയാണ്. ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മെൻസ്ട്രൽ കപ്പ് വച്ചു എന്ന് വിചാരിച്ച് അവൾക്ക് 18 വയസ്സിലേക്ക് എത്തിയില്ലേ? അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. മെൻസ്ട്രൽ കപ്പ് വെച്ചു എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. അത് വെക്കാൻ, പക്ഷെ ആദ്യത്തെ സെക്യൂർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് അതെ, എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സെക്യൂർ തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ മെൻസ്ട്രൽ കപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ പാഡിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്. അത് തന്നെയല്ല, പാഡ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലേഡീസിന്. പാഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അനുഭവിക്കുന്ന അറിയാവുള്ളൂ. ഈ ചൂടുള്ള സമയത്തൊക്കെ പാട് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വേറെ പെയിൻ ഒന്നും ഇല്ലെങ്കിൽ, അതായത് നടുവേദന, വയറുവേദന ഒന്നും ഇല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ മെൻസസ് ആണ് എന്ന് തോന്നുക വരില്ല. പക്ഷെ അത് ക്ലീനിങ് ചെയ്യുന്നതിനൊക്കെ ഒരു കാര്യങ്ങളുണ്ട്, ആ രീതിയുണ്ട്. ആ രീതിക്ക് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. പ്രോപ്പറായിട്ട് ടൈമിൽ അതെടുത്ത് ബ്ലഡ് വാഷ് ചെയ്ത് കളഞ്ഞ് വീണ്ടും തിരിച്ചു വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് സൈസും ആയിരിക്കണ്ടേ മാഡം? അതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കണം. അതെ, സൈസ്, അതായത് ഡെലിവറി കഴിഞ്ഞവർക്ക് വേറെ, കുട്ടികൾക്ക് ചെറിയ സൈസ്, അങ്ങനെയൊക്കെയാണ്. അത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ വാങ്ങിച്ചാൽ മതിയാവും. ഹായ് ലാലി. ഹായ്. നമസ്കാരം. നമസ്കാരം മാം, ശ്രീജ മാം. വളരെ ഞാന് കുറച്ച് പകുതി വെച്ചിട്ടാണ് ക്ലാസ് കേട്ടത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, വളരെ ഒരു റയറായിട്ട് കിട്ടുന്ന ഒരു ക്ലാസ്സും റയറായിട്ട് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കാണിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കാണിച്ച ലാലിക്ക് വളരെയധികം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ശരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ട, എന്നാൽ എല്ലാവരും, എല്ലാ രക്ഷിതാക്കളും മടിക്കുന്ന പിന്നെ ഒരു കാര്യമാണ്. ഈ കാര്യം കേൾക്കുമ്പോ തന്നെ അയ്യേ ഇതെന്താ എന്നുള്ള ഒരു അവസ്ഥയല്ല. ശരിക്കും ലാലി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് അബദ്ധത്തിൽ പെടാതെ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോ നമ്മളെ പോലുള്ള രക്ഷിതാക്കള് അത് ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മളത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല.
എന്തായാലും ഇങ്ങനെ ഒരു ക്ലാസ് തന്ന ലാലിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. നന്നായിട്ടുണ്ടായിരുന്നു, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ തിരക്കിനിടയിൽ ഓടി പിടിച്ച് ഞാൻ റൂമിൽ കയറിയില്ല, ഞാൻ വഴിയിൽ നിന്ന് കേൾക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. സാറെന്താ എന്താ പൊട്ടിക്കണേ? യെസ് ഓക്കെയാണ്, കേട്ടു. ഓക്കെ കുറെ ആയല്ലേ കണ്ടിട്ട്. അതെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാൻ സാർ എടുത്ത ആ ഒരു പിന്നെ എന്താ പറയാ, ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടിനെ പ്രത്യേകിച്ച് സാറിനോടും കടപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ശ്രീജ മാം. ഇനി ആർക്കാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്ക്. മാം ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ചോദിച്ചോളൂ. അത് ഞാൻ ട്യൂഷൻ ടീച്ചറാണേ. അപ്പോ അവർക്ക് ബയോളജിയില് ചെറുതായിട്ട് ഈ പ്യൂബർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടാവണത് എങ്ങനെ, അതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ അവർക്കുണ്ട്. അപ്പോ സാധാരണ ഞാൻ ആ പോർഷൻ എത്തുമ്പോഴത്തേക്കും എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ മുഖത്തൊക്കെ ഒരു ചിരി തുടങ്ങും. കാരണം വെച്ചാൽ അത് ഓൾറെഡി അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നേ. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മാം പറഞ്ഞപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഞാൻ ശരിക്കും ഇങ്ങനെ പോയിന്റ്സ് ഒക്കെ വേഗം വായിച്ചു വിടും അവിടെ എത്തുമ്പോ. കാരണം ഇവർക്ക് എല്ലാവരും ഭയങ്കര ചിരിയാണ് ആ സമയത്ത്. ആ പോർഷൻ എത്തുമ്പോ ഗേൾസും ബോയ്സും മുഖത്തൊക്കെ ഭയങ്കര പുഞ്ചിരിയായിരുന്നു. അപ്പൊ എനിക്കും ഒരു ചമ്മലുണ്ട്. ഞാനപ്പോ അത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടും. ശരിക്കും ഈ ബോയ്സും ഗേൾസ് ഒക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണേണ്ടൊന്നും കുഴപ്പമില്ല അല്ലെ? ഇല്ല, അത് ഒരിക്കലും ഇല്ല. ബോയ്സും ഗേൾസും ഒരുമിച്ചിരിക്കുമ്പോ അത് സംസാരിച്ചു എന്ന് വിചാരിച്ച് എന്താ, ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ റീപ്രൊഡക്ഷനെ പറ്റിയുള്ള ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോ കൂടുതൽ സ്കൂളിലെ ടീച്ചേഴ്സും ചെയ്യുന്ന കാര്യം, ഒന്നല്ലെങ്കിൽ അവർക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ. ഞാൻ പഠിച്ച കാലത്ത് എങ്ങനെയായിരുന്നു, ഞാൻ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സിസ്റ്റേഴ്സ് റീപ്രൊഡക്ഷന്റെ ചാപ്റ്റർ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയല്ല ചെയ്യുന്നത്, വീഡിയോ ഒരു ക്ലാസ് ആയിട്ട് നമ്മളൊരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അതിന്റെ വീഡിയോ കുറെ കാണിച്ച് അങ്ങനെ തരും. അപ്പൊ പക്ഷെ ടീച്ചേഴ്സ് അത് നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. അത്രയുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ സ്ഥലത്ത് നടക്കുന്നത്. അതൊക്കെ തന്നെയാണ് ടീച്ചേഴ്സിന് പറയാൻ ഇത് ചമ്മല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞത്, നമ്മൾ സെക്സ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ആ മടി മാറ്റണം. നമ്മുടെ മടി മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയി. അതുപോലെ ബോയ്സിനും ഗേൾസിനും ഒരുമിച്ചിരുത്തി പറഞ്ഞുകൊണ്ട് എന്നാ തെറ്റ്? അവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ശരിക്കും അവരുടെ അമ്മയും ഒരു ലേഡിയാണ്, അവന്റെ സിസ്റ്ററും ലേഡിയാണ്. അപ്പൊ പിന്നെ ഈ കാര്യങ്ങളെല്ലാം അവനും അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികള് സാധാരണ ഒരു കാര്യം പറയും പോലെ തന്നെയാവും. ഇപ്പൊ എന്റെ കുട്ടികൾ അങ്ങനെയാണ്. എന്റെ മകളോടോ അല്ലെങ്കിൽ എനിക്ക് മെൻസസ് ആവുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പാത്രം കഴുകി തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അവനിലൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അവൻ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ അവന്റെ ഒരു ഫ്രണ്ടിന്, ഒരു ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക്, അവന് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ 11 വയസ്സിലോ 12 വയസ്സിലോ ഒക്കെ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ അവന്റെ ഒരു ഫ്രണ്ടായ ഒരു പെൺകുട്ടിക്ക് ഒരു മെൻസസ് ആയി കണ്ടു കഴിഞ്ഞാൽ അവനൊന്നും തോന്നില്ല. ഒരു ബുദ്ധിമുട്ടും അവന് തോന്നില്ല. കാരണം പറഞ്ഞ അവന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവന്റെ സിസ്റ്ററിന് ഇവിടെ വീട്ടിലുള്ള ഒരു സെയിം സാധനം തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമുക്കത് എന്താന്ന് അറിയാനുള്ള ആകാംക്ഷ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ റീപ്രൊഡക്ഷനെ പറ്റി ഒരുമിച്ചിരുത്തി തന്നെയാണ് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം. സോ ഇവിടെ മാം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഡിഫറെന്റ് ടോപ്പിക്കിൽ മാമിന്റെ പ്രസന്റേഷൻസ് ഉണ്ടാകും. അത് നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിക്കും. എന്നാലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത് തീർച്ചയായിട്ടും വിംബിൾ അക്കാഡമിയുടെ കീഴിൽ തന്നെ ഞാൻ ഉറപ്പായിട്ടും ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും
എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ സമാപിക്കുന്നത്. നേരത്തെ ഇവിടെ ശ്രീജ മാം ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവയർനെസ് അതല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള അവതരണങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കിട്ടൽ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരലും കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സോ ലാലി മാമിനും അതേപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് സോ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ഒരു ട്രെയിനറുടെ ടോക്കുമായിട്ട് നമുക്ക് എത്താം. എല്ലാവിധ സന്തോഷങ്ങളും. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Thank you so much. Thank you, Lali ma'am, and the Faisal sir. Thank you. Thank you so much. Thank you. Thank Thank you, Faisal sir. Thank you all. Thank you, Lali. Thank you. Bye. Good night. Bye.